നാം കേടായ വസ്തുക്കളെ ഉപയോഗശൂന്യമായി എടുത്തു കളയാറുണ്ട്. കേടായ വസ്തുക്കളെ പിന്നെ നമ്മൾ ഉപയോഗിക്കാറില്ല. അത് നമ്മൾ പുറത്ത് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം കേടായതിനെ, തകർന്നു പോയതിനെ, തരിപ്പണമായതിനെ, തകർന്ന ജീവിതത്തെ പണിയുന്ന ഉപയോഗശൂന്യമായതിനെ വീണ്ടും ഉപയോഗിക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. തകർന്നതിനെ പണിയുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. തകർന്നതിനെ മനുഷ്യൻ മാറ്റി നിർത്തുമ്പോൾ, തകർന്നു പോയതിനെ മനുഷ്യൻ ഉപയോഗശൂന്യമായി എടുത്തു കളയുമ്പോൾ എടുത്തു കളയാത്തൊരു കർത്താവുണ്ട്. നമുക്കൊരു വേദഭാഗം വായിക്കാം. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ, യഹോവയിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാടെന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ നിന്ന് ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത് നമുക്ക് ഇസ്രായേൽ മക്കളെക്കുറിച്ച് വായിക്കുന്ന ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമാണ്. ഇസ്രായേൽ മക്കൾ തൻ്റെ ജീവിതത്തിൽ ഒത്തിരി ദൈവത്തിൻ്റെ നിയോഗപ്രകാരം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനം അവരുടെ ജീവിതത്തിൽ തകർച്ചകളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, എന്നാൽ അവരെ പുതിയ ഒരു പാത്രമായി, ഇസ്രായേൽ ജനത്തെ ദൈവത്തിൻ്റെ ജനമായി പിന്നെയും പ്രയോജനപ്പെടുത്തുന്ന ഒരു ചിത്രത്തെക്കുറിച്ചാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. നാം പലപ്പോഴും എല്ലാം തകർന്നുപോയി, തരിപ്പണമായി, ജീവിതമെല്ലാം തകർന്ന്, ഭാവി തകർന്ന് തരിപ്പണമായി, ബിസിനസ് തകർന്ന് തരിപ്പണമായി, എന്തു ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുന്നവരായിരിക്കാം ഈ ശബ്ദം കേൾക്കുന്നത്. ഭവനത്തിനകത്ത് സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ജീവിതം അവസാനിപ്പിക്കുവാൻ വേണ്ടി നാം വെമ്പൽ കൊള്ളുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇന്ന് പകൽക്കാലം തകർന്ന നിൻ്റെ ജീവിതത്തിലെ, തകർന്ന നിൻ്റെ ഭവനത്തിനകത്തെ സമാധാനത്തെ തിരിച്ചു തരുവാൻ എൻ്റെ കർത്താവ് കഴിയും. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യിരെമ്യാവിനെ കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുവാൻ യിരെമ്യാവിനോട് പറയുകയാണ്. അങ്ങനെ യിരെമ്യാവ് കുശവൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആ കുശവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുക. ആ കുശവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് താൻ ഉണ്ടാക്കിയ പാത്രം ചീത്തയായിപ്പോയി. ചീത്തയായതിനെ ആർക്കും വേണ്ട, തകർന്നു പോയതിനെ ആർക്കും വേണ്ട, നശിച്ചു പോയതിനെ ആർക്കും വേണ്ട. നശിച്ചു പോയതിനെ എടുത്ത് പുറത്തു കളയുകയാണ് മനുഷ്യർ ചെയ്യുന്നത്. എന്നാൽ തകർന്നു പോയതിനെ, നശിച്ചു പോയതിനെ, ഉപയോഗശൂന്യമായതിനെ വീണ്ടും ഉപയോഗിക്കുവാൻ എൻ്റെ യേശു മതിയായ ദൈവമാണ്. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഉലകത്തിലെ ആരും പറയാത്തത്, ഉലകത്തിലാരും പറഞ്ഞിട്ടില്ലാത്തത് യേശു പറയുന്നു. തകർന്നിരിക്കുന്ന, അധ്വാനിക്കുന്ന, കഷ്ടപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന ജനമേ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ ആ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. നമുക്കറിയാം, കളിമൺ പാത്രങ്ങൾ പണ്ട് കാലം മുതലേ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാത്രമാണ്. ഈ കളിമൺ പാത്രം കുശവൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ കൈവിട്ട് തകർന്നുപോയി. എന്നാൽ ഈ കുശവനറിയാം ആ പാത്രത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന്. കാരണം കുശവന് ഈ കളിമണ്ണിൻ്റെ മേൽ അധികാരമുണ്ട്. ഇന്ന് പകൽക്കാലം നല്ല കുശവനായ കർത്താവിൻ്റെ അടുക്കലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാകുക.
നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് തകർന്നത്? നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് തോൽവി സംഭവിച്ചത്? നമ്മുടെ കുടുംബജീവിതത്തിലാണോ? അത് നമ്മുടെ ഭാവിയിലാണോ? അതോ നമ്മുടെ ജീവിത മേഖലകളിലാണോ? അതോ നമ്മുടെ ബിസിനസ് മേഖലകളിൽ തകർന്ന് തരിപ്പണമായി പോയോ? വളരെ പ്രതീക്ഷയോടെ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ അവരുടെ ഭാവി വല്ലാത്തൊരവസ്ഥയിലായിപ്പോയോ? ഇന്ന് പകൽക്കാലം ആ കുശവനായ കർത്താവിൻ്റെ കരത്തിലേക്ക് നമ്മെ ആ കളിമണ്ണ് പോലെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായാൽ നമ്മെ പണിത് പുറത്തു കൊണ്ടുവരുന്ന, നമ്മെ മറ്റുള്ളവരുടെ മുമ്പിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് ഈ കളിമണ്ണിനെ അറിയാം. ഈ കളിമണ്ണ് കുശവൻ എടുത്ത് കരത്തിലെടുക്കുമ്പോൾ അതിനെ നന്നായി വെള്ളം ഉപയോഗിച്ച് അതിനെ പദം വരുത്തും. പദം വരുത്തിയതിന് ശേഷം ഇത് ആ ചക്രത്തിൻ്റെ മേൽ ഈ കുശവൻ ഇതിനെ വെക്കുവാനിടയായിത്തീരും. ഈ തകർന്നുപോയ ഈ കളിമണ്ണിനെ ചക്രത്തിൻ്റെ മേൽ ഇത് വെച്ചിട്ട് തൻ്റെ കുശവൻ്റെ കരം കൊണ്ട്, കുശവൻ്റെ കരം അതിൽ നിന്ന് വിട്ടുപോകാതെ, കുശവൻ്റെ കണ്ണുകൾ അതിൽ നിന്ന് പോകാതെ ആ കരം കൊണ്ടും കണ്ണുകൊണ്ടും ശ്രദ്ധയോടെ ആ കളിമണ്ണ് ഒരു പ്രാവശ്യം തകർന്നു പോയതാണ്, ഒരു പ്രാവശ്യം അത് ഉടഞ്ഞു പോയതാണ്. അത് മനസ്സിലാക്കുന്ന കുശവൻ പിന്നെയും ശ്രദ്ധയോടെ അത് തകർന്നു പോകാതെ, ഹല്ലേലൂയ സ്തോത്രം, ആ കരം കൊണ്ടും ആ കണ്ണുകൊണ്ടും അതിനെ സൂക്ഷ്മതയോടെ പുതിയൊരു പാത്രമായി, പുതിയ ഒരു ഉപകരണമായി അതിനെ രൂപാന്തരപ്പെടുത്തുവാനിടയായി തീരും. ഇന്ന് പകൽക്കാലം ആ കുശവനായ കർത്താവിൻ്റെ കരത്തിലേക്ക് നല്ല കളിമണ്ണായി നാം ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ എവിടെയാണ് നാം തകർന്നു പോയത്? എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ തോൽവി സംഭവിച്ചത്? എവിടെയാണ് നമ്മുടെ ജീവിതം വഴിമുട്ടി ഇരിക്കുന്നത് പോലെ ഉള്ള അവസ്ഥകൾ കടന്നു വരുന്നത്? ഇന്ന് പകൽക്കാലം ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ നല്ല കുശവനായ കർത്താവ് നമ്മെ ആ നല്ല കരം കൊണ്ട് നല്ലൊരു പാത്രമാക്കി തീർത്ത് അതിനെ രൂപപ്പെടുത്തി അതിൻ്റെ മേൽ ഭംഗി പകർന്ന് അനേകർക്ക് പ്രയോജനമുള്ള ഒരു ഉപകരണമായി കർത്താവ് നമ്മെ എടുക്കുവാനിടയായിത്തീരും. ജീവിതത്തിലെ ചില കഷ്ടങ്ങൾ, ജീവിതത്തിലെ ചില പരിശോധനകൾ, ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ, ഹല്ലേലൂയ സ്തോത്രം, ജീവിതത്തിൽ നമ്മൾ കടന്നു വന്നത് നമ്മളെ തകർത്ത് കളയുവാനല്ല, നമ്മെ ഉടച്ചു കളയുവാനല്ല, നമ്മെ ഇല്ലാതാക്കി കളയാനല്ല. ആ തകർന്ന മേഖലകളിൽ നിന്ന്, ആ ഉടഞ്ഞ മേഖലകളിൽ നിന്ന് നമ്മെ ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കൊണ്ടുവരുവാൻ, ദൈവവുമായിട്ടുള്ള ആശ്രയത്തിലേക്ക് പോകുവാൻ, ദൈവത്തിൽ നകന്നുപോയ നമ്മെ ദൈവത്തിൻ്റെ വഴിയിലൂടെ കൊണ്ടുവരുവാൻ അവൻ ചില പരിശോധനകളും ചില വേദനകളും ചില പ്രതിസന്ധികളും ദൈവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയതാണ്. ദൈവം അറിയാതെ അല്ല ജീവിതത്തിൽ സംഭവിക്കുന്നത്. ദൈവം അറിയാതെ ഒന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുന്നത്. ഇന്ന് പകൽക്കാലം പ്രതിസന്ധിയുടെ നടുവിലും കൈവിടാത്ത, തള്ളിക്കളയാത്ത ഒരു നല്ല കർത്താവുണ്ട്. ആ കർത്താവിൽ ആശ്രയിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനം അനേകർക്ക് ഷെയർ ചെയ്യുക.